എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ അഫക്റ്റഡ് ആയിട്ടുള്ള വില്ലന്മാര് അവറ്റകളാണെങ്കിൽ അറഞ്ചം പുറഞ്ചം അറ്റാക്ക് ചെയ്ത് ഇപ്പൊ ചോപ്പറിന് ലക്ഷ്യമാക്കി വരും. സോൾജേഴ്സ് ആണെങ്കിൽ അവരെ കൊണ്ട് പറ്റും പോലെ അഫക്റ്റഡ് ആയവരെ എല്ലാവരെയും പ്രതിരോധിച്ച് നിർത്തുകയാണ്. അതേസമയം ഇവിടെ ചോപ്പർ അവൻ വളരെ വേഗത്തിൽ അടുത്തുള്ള ഡോക്ടറിന്റെയും നഴ്സിന്റെയും സഹായത്താൽ ആന്റിബോഡീസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവന്റെ അടുത്തുള്ള സോൾജിയർ ആണെങ്കിൽ ചോപ്പറിനോട് പറയും, മാസ്റ്റർ എത്രയും വേഗം നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യണം. സിറ്റുവേഷൻ അത് ഓരോ മിനിറ്റ് കഴിയുന്തോറും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചോപ്പർ പറയും, ഒരല്പസമയം കൂടെ മതി, അതിനുള്ളിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവൻ വളരെ സ്പീഡായിട്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതേസമയം ഒരുപാട് സോംബീസ് ആണെങ്കിൽ ഇപ്പൊ ചോപ്പർ നിൽക്കുന്ന ആ ഭാവത്തേക്ക് ഇരച്ചു കയറും. അത് കണ്ട മാർക്കോ അവന്റെ ഫയർ പവർ അവർക്ക് നേരെ ഉപയോഗിക്കുകയാണ്. ആദ്യം അവര് ബോഡിയിൽ തീ പടരുന്നത് കണ്ട് അങ്ങനെ പേടിച്ച് നിലവിളിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അടുത്ത നിമിഷം അവരുടെ ബോഡിയിലെ ആ വൈറസ് സ്പ്രെഡ് ആവുന്ന സ്റ്റോപ്പായി അവർ കോൺഷ്യസ് ആവും. അവർ പതിയെ കോൺഷ്യസ് ആയി അവരെ തന്നെ നോക്കുകയാണ്. അവരിലിപ്പോ നല്ല ചേഞ്ച് ഉണ്ട്. ക്വീൻ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് അവന്റെ ദേഷ്യം കൂടുകയാണ്. മാർക്കോ, എന്റെ പ്ലാൻ അതൊരു കാരണവശാലും നിന്നെ കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. നീ എത്രയൊക്കെ ശ്രമിച്ചാലും അൾട്ടിമേറ്റ്ലി വിജയം അതെന്റേതായിരിക്കും എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ അസിസ്റ്റൻസിനോട് ചോപ്പറിനെ ഇല്ലാതാക്കാനും എക്സ്പെരിമെന്റ് തടയാനായിട്ടും ആവശ്യപ്പെടും. അവർക്കാണെങ്കിൽ അതിന് തീരെ മനസ്സില്ല. പക്ഷെ അത് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ക്വീൻ അവരെ കൊല്ലും. സോ മനസ്സില്ലാ മനസ്സോടുകൂടെ അവരാണെങ്കിൽ ഇപ്പോ ചോപ്പറിന് നേർക്ക് ഓടാനായിട്ട് തുടങ്ങും. ആർക്കോ ആണെങ്കിൽ അവരെ എല്ലാവരെയും തടയാൻ തയ്യാറാവും. അവനോടൊപ്പം ഇപ്പൊ സാഞ്ചിയും റോബിനും ആ ഫൈറ്റിന് റെഡിയാവും. അതിന് മാർക്കോ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങളുടെ സഹായം എനിക്കിവിടെ ആവശ്യമില്ല. നിങ്ങളിപ്പോ പോവേണ്ടത് നിങ്ങളുടെ ആവശ്യം അത് കൈഡോട് അടുത്താണെന്ന് പറഞ്ഞ് അവൻ ഒറ്റയ്ക്ക് ആ വില്ലന്മാരെ നേരിടാനായിട്ട് തുടങ്ങും. വില്ലൻ സോൾജിയേഴ്സ് ആണെങ്കിൽ ഒരുപാട് ആയുധങ്ങളൊക്കെ എടുത്ത് മാർക്കോയെ അച്ചറം പൊച്ചറ ആഞ്ഞു വെട്ടുകയാണ്. ആ ഒരു വെട്ടലില് മാർക്കോയുടെ കഥ കഴിഞ്ഞെന്ന് പറഞ്ഞ് അവർ ആശ്വസിക്കും. അപ്പോഴായിരിക്കും മാർക്കോ അവനൊരു ബേർഡായിട്ട് അങ്ങനെ പറന്നു വരിക. അവനാണെങ്കിൽ അവന്റെ പവർ വെച്ച് അവരെ അട്ടിച്ച് തെറിപ്പിച്ച് സോറോയെ അങ്ങനെ തൂക്കിയെടുത്ത് മുകളിലേക്ക് പറന്ന് പൊങ്ങാണ്. സോറോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അതേസമയം ക്വീനാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടും. ആർക്കോ ആണെങ്കിൽ സോറോയോട് പറയും, ആക്ച്വലി ലൂഫിയുടെ ഈ ഒരു ആക്ഷൻ അത് തീർച്ചയായിട്ടും ഇപ്പൊ എയ്സ് അറിയുകയായിരുന്നെങ്കിൽ അവൻ ഒരുപാട് സന്തോഷിച്ചേനെ. ആക്ച്വലി എയ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തകർക്കുക എന്നതായിരുന്നു. അവനത് ഒരുപാട് തവണ വൈറ്റ് ബിയർഡിനോട് ചോദിച്ചതാണ്. പക്ഷെ വൈറ്റ് ബിയർഡ് ആള് അതിനനുവദിച്ചില്ല. ആക്ച്വലി വൈറ്റ് ബിയർഡിന്റെ സെക്കൻഡ് ഡിവിഷൻ കമാൻഡർ അത് മുൻപ് ഓടനായിരുന്നു. ഓടനാണ് അതിനുശേഷം കൈഡോയായിട്ട് ഫൈറ്റ് ചെയ്ത് മരണപ്പെട്ടത്. വൈറ്റ് ബിയർഡിനാണെങ്കിൽ കൈഡോയെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവന്റെ പവറും സ്ട്രെങ്ത്തും ട്രിക്കും എല്ലാം തന്നെ കൃത്യമായിട്ട് അറിയാം. സോ ആ കാര്യം അവൻ എയ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ആക്ച്വലി ഓടന്റെ മരണം അത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വൈറ്റ് ബിയർഡ് ആൻഡ് ടീം അറിയുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡ് ഡിവിഷൻ കമാൻഡറിനെ പെട്ടെന്ന് തെരഞ്ഞെടുക്കാതെ ഒരുപാട് നാള് ഓടന് വേണ്ടി വെയിറ്റ് ചെയ്തത്. ഓടൻ മരിച്ചു എന്നറിഞ്ഞതിന് ശേഷം മാത്രമാണ് അവിടേക്ക് അവനെ റീപ്ലേസ് ചെയ്തത്. പക്ഷെ എയ്സ് ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പോയേ പറ്റൂ. കാരണം വയലറ്റ് പെണ്ണിന് ഞാൻ പ്രോമിസ് ചെയ്തതാണ് അവളുടെ വാനോ കിൻഡം തിരികെ പിടിച്ചു കൊടുക്കുമെന്ന്. ആർക്കോ ആണെങ്കിൽ അവനെ തടയും. ഒരു കാരണവശാലും നീ എടുത്തു ചാടി അത് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിന്റെ ജീവൻ ആപത്താണ്. നമ്മൾ ടീമായി പോയി അവനെ അറ്റാക്ക് ചെയ്താൽ അതും വലിയ ആപത്താണ്. സാധാരണ ജനങ്ങൾ അവര് ആ ഒരു വാറിൽ കൊല്ലപ്പെടും. വൈറ്റ് ബിയർഡ് ആണെങ്കിൽ കൂടുതലായിട്ടൊന്നും പറയില്ല. ഒരു കട്ടയെടുത്ത് എയ്സിന്റെ തലയ്ക്ക് തന്നെ ഒരു ഒറ്റയാട്ടി. നിന്നെ കഴിഞ്ഞ് പവർഫുൾ ആയ ഓടന്റെ കഥ അത് കൈഡോ സെക്കൻഡുകൾ കൊണ്ട് തീർത്തു. സോ ഒരു കാരണവശാലും ഞാനിതിനെ അനുവദിക്കില്ല എന്ന് പറയും. ആ കാഴ്ച കണ്ട് ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. ബ്ലാക്ക് ബിയർഡ് ആണെങ്കിൽ ഇപ്പൊ എയ്സിനെ പരിഹസിക്കും. അതേസമയം എയ്ഷോയും മാർക്കോയും അവർ രണ്ടുപേരും എയ്സിനോട് കാര്യങ്ങൾ തുറന്നു പറയും. ഈ ഒരു സാധാരണക്കാരനായിട്ടുള്ള പൈററ്റ് മാത്രമല്ല, വൈറ്റ് ബിയർഡിന്റെ സെക്കൻഡ് ഡിവിഷൻ കമാൻഡറാണ്. അത്ര എളുപ്പത്തിൽ ഈ റെസ്പോൺസിബിലിറ്റീസ് വലിച്ചെറിഞ്ഞ് നിനക്ക് പോകാനായിട്ട് കഴിയില്ല. അങ്ങനെ നിനക്ക് പോകണം നിർബന്ധമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഒരുമിച്ച് പോവാം. ഓടനെ കൊന്നതിന്റെ പ്രതികാരം അത് നമുക്ക് വീട്ടാം. അത് കേട്ട എയ്സ് അവനാണെങ്കിൽ ഡബിൾ ഹാപ്പി. ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് മാർക്കോ അവൻ സോറോയുമായിട്ട് മുകളിലേക്ക് അങ്ങനെ പറന്നുയരുകയാണ്. സോറോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം അവരുടെ ടീമിൽ ആണ് ഇപ്പൊ ഫസ്റ്റ് കൈഡോയെ ലക്ഷ്യമാക്കി പോകുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ വയലറ്റ് പെണ്ണ് അവളാണെങ്കിൽ ആ ന്യൂസ് അറിഞ്ഞ് ഞെട്ടുകയാണ്. അവൾക്ക് ഇതുവരെ അറിയില്ലായിരുന്നു ലൂഫി എയ്സിന്റെ ബ്രദർ ആണെന്ന്. അവളാണെങ്കിൽ വണ്ടർ അടിച്ച് ഇപ്പൊ നാമിയോട് ഉസോപ്പിനോട് പറയും, എന്നോട് ഓൾറെഡി എയ്സ് മരിച്ചുപോയ കാര്യം ലൂഫി പറഞ്ഞതാണ്. പക്ഷേ അവന്റെ മുഖത്ത് യാതൊരു എക്സ്പ്രഷനും എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. എനിക്ക് ആ വാർത്ത കേട്ട് സഹിക്കാൻ കഴിയാഞ്ഞ് ഞാൻ അവനെ ഒരുപാട് തല്ലി. എനിക്ക് എയ്സിൽ ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു. അവൻ തീർച്ചയായിട്ടും എനിക്കായി തിരികെ വരുമെന്ന് ഞാൻ കരുതിയിരുന്നു. അവസാനമായിട്ട് എയ്സ് എനിക്ക് എന്ന വാക്ക് ഒരു നല്ല ഗുണോച്ചയായി മാറണമെന്നായിരുന്നു. അതിനുശേഷം അവന്റെ ടീമിൽ എന്നെ ചേർക്കുമെന്നും പ്രോമിസ് ചെയ്തതാണ്. അങ്ങനെയുള്ള എയ്സ് അവൻ മരണപ്പെട്ടത് ഇത്ര കാഷ്വലായിട്ട് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
ചെയ്ത ഉസോപ്പ് ആണെങ്കിൽ അവളോട് പറയും, ആക്ച്വലി എല്ലാവരെ കഴിഞ്ഞു ഏറ്റവും കൂടുതൽ എയ്സിന്റെ മരണം അത് സഹിക്കാൻ കഴിയാഞ്ഞത് ലൂഫിക്കാണ്. അവന്റെ ദുഃഖം ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഞങ്ങളെ കൊണ്ട് പോലും അവനെ സമാധാനിപ്പിക്കാനായിട്ട് ആ സമയത്ത് കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഒരു സെക്കൻഡ് ലൂഫി കരയുന്ന രംഗം കാണിക്കും. അതിനുശേഷം ഉസോപ്പ് ആണെങ്കിൽ അവളെ ഹാപ്പി ആക്കുകയാണ്. നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എന്റെ സ്വപ്നം അത് ലൂഫിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടും. ഇപ്പൊ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ട സമയമാണെന്ന് പറഞ്ഞ് അവരങ്ങനെ ചില്ല് ചെയ്യും. കട്ട് ചെയ്ത ഇവിടെ ഡോസ്കിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. സാക്ഷാൽ ഡി റോജറിന്റെ മകനാണ് എയ്സ്. അവന്റെ ബ്രദറാണ് സാക്ഷാൽ ലൂഫി. അപ്പോ ഇവരെല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണല്ലേ. അതിന് കൈഡോയുടെ മകള് പറയും, അതെ, ഓഡന്റെ അസിസ്റ്റൻസ് അവരാണ് അവനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇപ്പോ അവരെല്ലാവരും ചേർന്ന് യുദ്ധം ചെയ്ത് കൈഡോയെ തോൽപ്പിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ബിഗ് മോമിനെ കാണിക്കും. അവളാണെങ്കിൽ 4th ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. അവൾ അവിടെ വലിയൊരു ഫയർ ക്രിയേറ്റ് ചെയ്ത് അവളുടെ സൺ പവറിന് ഇഷ്ടം പോലെ ഫയർ കൊടുക്കുകയാണ്. അതാണെങ്കിൽ ഇഷ്ടം പോലെ ഫയറൊക്കെ കഴിച്ച് അങ്ങനെ ഗുണ്ടുമണിയായി തീരും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ക്ലൗഡ് അതാണെങ്കിൽ അതിലും ഹാപ്പി ആയിട്ട് ചുറ്റും ഉണ്ടായിരുന്ന ബ്ലാക്ക് ക്ലൗഡ്സ് എല്ലാം തന്നെ കഴിച്ച് കൂടുതൽ സ്ട്രോങ് ആയി മാറുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ആർക്കോ എയ്സുമായിട്ട് മുകളിലേക്ക് അങ്ങനെ ഫ്ലൈ ചെയ്ത് വരികയാണ്. കിങ്ങും ക്വീനും അവർ രണ്ടുപേരും എയ്സിനെ തന്നെ ഫോക്കസ് ചെയ്ത് തകർക്കാൻ റെഡിയാവും. ഇതിൽ അവരുടെ പ്രധാന ഫോക്കസ് അത് എയ്സ് അല്ല, മറിച്ച് മൊമന്റോസ്കിയാണ്. എങ്ങനെയെങ്കിലും മൊമന്റോസ്കി ഇല്ലാതാക്കുകയാണെങ്കിൽ ഈ ഒരു യുദ്ധം അത് അവസാനിക്കും. അടുത്ത നിമിഷം ക്വീനും കിങ്ങും അവർ രണ്ടുപേരും പുറഞ്ഞ് ഷൂട്ട് ചെയ്യാണ്. മാർക്കോ ആണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും അതൊരു യൂസും ഇല്ല. ഇത് പുതിയ എറയാണ്. ഇവരുടെ ടെക്നിക്കും ടാറ്റിക്സും ഒക്കെ തന്നെ ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ പഴഞ്ചൻ ടെക്നിക്കും ടാറ്റിക്സും ഇവിടെ വിലപ്പോകില്ല. പക്ഷെ ക്വീൻ ആണെങ്കിൽ അവന്റെ കോൺഫിഡൻസിന് യാതൊരു കുറവുമില്ല. നിർത്താതെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കണ്ട കിങ്ങും അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ അടുത്ത നിമിഷം അവർക്ക് രണ്ടുപേർക്കും ഒരു വമ്പൻ ഷോക്ക് കൊടുത്തുകൊണ്ട് മാർക്കോ ആണെങ്കിൽ അവന്റെ ഫ്ലെയിം പവർ ഉപയോഗിച്ച് അവരെങ്ങനെ ചുരുട്ടി പിടിക്കും. മാർക്കോയുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും സോറോയെ സേഫാക്കി മുകളിലെത്തിക്കുക എന്നതാണ്. പക്ഷെ ഇവരെ രണ്ടുപേരെ ഇപ്പൊ വിട്ടുകളഞ്ഞാൽ അവർ വീണ്ടും മാർക്കോയെയും സോറോയും അറ്റാക്ക് ചെയ്യും. മാർക്കോ ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കില്ല. സോറോയെ അവനെ തൂക്കിയെടുത്ത് മുകളിലെ ഫ്ലോറിലേക്ക് വലിച്ചെറിയാണ്. അതേസമയം ഇവിടെ കൈഡോ അവന്റെ അസിസ്റ്റൻസിനെ എല്ലാവരെയും തല്ലി തകർത്ത് ഹായ് ആയിട്ട് അങ്ങനെ ഡ്രിങ്ക്സ് അടിക്കുകയാണ്. അപ്പോഴായിരിക്കും ബിഗ് മോം അവൾ അവിടേക്ക് വരിക. ഓ, നിന്റെ ശത്രുക്കളെയൊക്കെ അടിച്ച് നിലംപരിശാക്കി ഡ്രിങ്ക്സ് അടിക്കുകയാണോ? ആ ലൂഫിയാൻ ടീം അവരിവിടേക്ക് എത്തിയിട്ടില്ല അല്ലേ? അതിന് കൈഡോ പറയും, ഇല്ല, എല്ലാവരെയും എനിക്ക് എത്രയും വേഗം തല്ലിക്കൊല്ലണം. പക്ഷെ ഒരാളെ മാത്രം ഒന്നും ചെയ്യാൻ പാടില്ല. സാക്ഷാൽ നിക്കോ റോബിന് അവളെ കൊണ്ട് മാത്രമേ പോണോഗ്ലിഫ് ഡീസൈഫർ ചെയ്യാനായിട്ട് സാധിക്കൂ. സോ അവളെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് 4th ഫ്ലോറിന്റെ ആ സ്റ്റെപ്സ് കാണിക്കും. അവിടെ മിൻസും വില്ലന്മാരും സോൾജേഴ്സും തമ്മിൽ മണിക്കൂറുകളായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ആ വില്ലന്മാരിൽ സ്ട്രെങ്ത് ഉള്ളവര് മിൻസുകളെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും. ഒരു നിമിഷം ലൂഫി അവൻ അവിടേക്ക് പാഞ്ഞെത്തി ആ വില്ലന്മാരെ ഇട്ടിച്ച് തെറിപ്പിക്കും. സിസിലിയൻ ആണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ബിഗ് മോമും കൈഡോയും അവർ രണ്ടുപേരും ഇപ്പോഴും കാര്യമായിട്ടുള്ള ഡിസ്കഷനിലാണ്. ബിഗ് മോം ആണെങ്കിൽ ചോദിക്കും, ഫ്ലവർ ക്യാപിറ്റലിൽ നീ ഈ ഒരു വില്ലേജ് ഇറക്കി കഴിഞ്ഞാൽ അവിടെ വലിയ നാശനഷ്ടം ഉണ്ടാവും, ഒരുപാട് പേര് മരിക്കും. പക്ഷെ കൈഡോ ആണെങ്കിൽ ക്യാഷ്ഡായിട്ട് പറയും, എനിക്ക് ഒരുപാട് സ്ലേവ്സിനെ ഇനിയും കിട്ടും, ഇതൊന്നും എനിക്ക് വലിയ പ്രശ്നമല്ല. ഉടനെ ബിഗ് മോം ആണെങ്കിൽ ആ റെഡ് പോണോഗ്ലിഫിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നീ എനിക്ക് കടമപ്പെട്ടവരാണ്. അത്രയും വാലിഡ് ആയിട്ടുള്ള ഡൗട്ട് ഫ്രൂട്ട് അത് നിനക്ക് തന്ന് നിന്നെ സഹായിച്ചത് അന്ന് ഞാനാണ്. ബിഗ് മോം പറയുന്നത് കേട്ട് ഇപ്പൊ കൈഡോ അവൻ നൈസായിട്ടൊന്ന് ജെർക്കാവുകയാണ്. അതിനുശേഷം രണ്ടുപേരും ഇപ്പോൾ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് ആ 1 പീസ് റിലേറ്റഡ് ആയിട്ടാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.